പ്രിയമുള്ളവരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന വിഷയവുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ പലപ്പോഴായി നാം എടുക്കേണ്ടി വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കേണ്ടിയും വരും. പക്ഷേ പലപ്പോഴും എന്തു ചെയ്യണമെന്ന് അറിയാതെ നമ്മളെല്ലാം പകച്ചു നിന്നു പോയ സമയങ്ങളില്ലേ? എന്തുകൊണ്ടാണ് നാം തീരുമാനങ്ങൾ എടുക്കാൻ വൈകിപ്പോകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ? ആദ്യമേ നമ്മൾ വിചാരിക്കും, ഞാൻ ഈ തീരുമാനമെടുത്താൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും? അതാർക്കെങ്കിലും വേദനിപ്പിക്കുമോ? അവരെന്നെ കളിയാക്കുമോ എന്ന ഭയം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ? രണ്ടാമത്തത്, ഞാൻ ഈ കാര്യത്തിൽ ഈ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെട്ടാലോ? അയ്യോ, പെടുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ ഭയക്കുന്നത് എന്തിനെയാണ്? പരാജയത്തെയാണ്. മൂന്നാമത്, ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എനിക്ക് വരുമോ? നാലാമത്തത്, ഈ തീരുമാനം എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമോ? അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്കെതിരെ ചൂണ്ടുകയാണ്. നമുക്കറിയാം, നാം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ മുന്നിൽ വരുമെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഭയന്നുകൊണ്ട് പിന്മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒന്നാമത്, നാം എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഒരു തീരുമാനവും നമ്മൾ ഇപ്പോൾ തന്നെ വേണം എന്നുള്ള തരത്തിൽ ഒരു തീരുമാനവും എടുക്കേണ്ടതില്ല. നമുക്ക് സാവധാനം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് റോഡിലൂടെ പോവുകയാണ്, അപ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഞാൻ മാറണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം നമ്മളല്ല എടുക്കുക, ആ വാഹനം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് സഡൻ തീരുമാനം എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ സഡൻ തീരുമാനങ്ങൾ എടുക്കണം. എന്നാൽ നമ്മൾ അത്ര പെട്ടെന്ന് എടുക്കേണ്ടാത്ത തീരുമാനങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല. ഒന്നാലോചിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാം. ഇനി അടുത്തതായിട്ട്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ചഞ്ചലപ്പെടാറുണ്ട് അല്ലേ? എന്ത് ചെയ്യണം, അങ്ങനെ വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ആ സമയത്തെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. മൂന്നാമത്, നാം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കും. അത് നമ്മുടെ പക്വമല്ലാത്ത തീരുമാനങ്ങളാണെങ്കിൽ നമ്മുടെ ഏറ്റവും അഭ്യുദയകാംക്ഷികളായ ആളുകൾ നമ്മളോട് പറയുകയാണ്, ആ തീരുമാനം മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ നാം കൃത്യമായ ചിന്തയോടുകൂടി, കൃത്യമായ ആലോചനയോടുകൂടി നാം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.